100ഓളം സീറ്റ് ഉണ്ടായിരുന്ന LDFനെ 34 സീറ്റിലേക്ക് ഒതുക്കിയതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് നികേഷ് കുമാറിന്റെ PR വർക്കാണെന്നാണ് പൊതുവെ ഒരു സോഷ്യൽ മീഡിയ ചർച്ച ഉണ്ടായിരുന്നു. കാരണം പല പേരിട്ട് പുള്ളിനെ വിളിക്കുന്നുണ്ട്. ആ പുള്ളി ചെയ്തതൊക്കെ അബദ്ധമായി, എന്ത് പറഞ്ഞതും പുള്ളിയുടെ എല്ലാ പ്ലാനിങ്ങും ഒക്കെ കുളമായി എന്നാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള നികേഷ് കുമാർ ഇപ്പൊ വീണ്ടും കുറച്ച് ദിവസം തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഒക്കെ ഒരു ഇതിലായിരുന്നു തോന്നുന്നു, ഹാങ് ഓവറിലായിരുന്നു തോന്നുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വീണ്ടും പുതിയ മീഡിയകളിൽ സജീവമായി സോഷ്യൽ മീഡിയ ഭയങ്കര ആയിട്ട് പ്രത്യേകം ആങ്കർ ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോസുകളൊക്കെ വരുന്നുണ്ട്. പ്രധാനമായിട്ടും LDFനെ ന്യായീകരിക്കാൻ വേണ്ടിക്കൊണ്ടുള്ളതാണല്ലോ പ്രധാനമായിട്ടും, പിന്നെ VD സതീശനെ എതിർത്തുകൊണ്ടുള്ളതാണ് വരുന്നത്. അപ്പൊ ഇതിൽ കഴിഞ്ഞ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന പിന്നെ ദിവ്യ എസ് അയ്യരെ മാറ്റിയതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ്. ദിവ്യ എസ് അയ്യരെ മാറ്റിയതിന് കുറച്ച് ന്യായീകരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് നികേഷ് വന്നിരിക്കുന്നത്. കാരണം 16 കോടിയുടെ അഴിമതി കണ്ടെത്തിയെന്നോ, അദാനിയുടെ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ അദാനിയുടെ അഴിമതി കണ്ടെത്തി എന്നുള്ളതും, അതും പിന്നെ ോളം കരാർ ലംഘന കാര്യങ്ങൾ ചെയ്തതിന് അതിനും അദാനിക്ക് നോട്ടീസ് നൽകി, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ദിവ്യ എസ് അയ്യരെ ഈ സ്ഥാനത്ത് നിന്ന് VD സതീശൻ മാറ്റിയത്. അതായത് അദാനിയോട് കളിച്ചത് കൊണ്ട് VDയും അദാനിയും തമ്മിലുള്ള ബന്ധം കൊണ്ടാണ് ഇത് മാറ്റിയതെന്നുള്ള രൂപത്തിലാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെ പിന്നെ ഈ നികേഷ് കുമാർ വീണ്ടും LDFനെ ന്യായീകരിക്കാൻ വന്നിട്ട് നേരത്തെ കിട്ടിയത് മതിയായിട്ടുണ്ടാവില്ല, ഇപ്പോൾ വീണ്ടും ന്യായീകരിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടി വീഡിയോസ് ചെയ്തുകൊണ്ട് ഇനി വീണ്ടും CPMനെ കുളം തോണ്ടാനുള്ള ശ്രമത്തിലായിരിക്കുമോ ചെയ്യുന്നത്? അല്ല, നികേഷ് കുമാർ ആണ് PR വർക്ക് ചെയ്തതെന്ന് എല്ലാവർക്കും അറിയാം. അതും ഒരുപാട് പണം ചിലവാക്കി PR വർക്ക് ചെയ്യുന്നു. നടത്തിയ എല്ലാ PR വർക്കും LDF അല്ലാതെ മറ്റാര് എന്ന പോസ്റ്റർ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ LDF അല്ലാതെ മറ്റാര് എന്ന് അന്നത്തെ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ ചിത്രം വെച്ച പോസ്റ്ററുകളും ബാനറുകളും തിരിഞ്ഞു കൊത്തിയത് നമ്മൾ കണ്ടതാണ്. PR ടീം എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം UDFനും കോൺഗ്രസിനും അനുകൂലമായി. സത്യത്തിൽ കോൺഗ്രസും ബോർഡിന്റെ കാര്യത്തിൽ തന്നെ രാജീവ് എടുത്തു പറഞ്ഞു ഈ ഒരു കച്ചവടം ശരിയായില്ല. സത്യത്തിൽ UDFും കോൺഗ്രസും കടപ്പെട്ടിരിക്കേണ്ടത് MV നികേഷ് കുമാറിനോടാണ്. കാര്യം അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട് ഉണ്ടായിരുന്നു കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് ഇത്രയും വലിയ ഒരു വിജയം സമ്മാനിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു വശത്ത് 10 വർഷം ഭരിച്ചിരുന്ന സർക്കാരിന്റെ പരാജയങ്ങൾ, ജനങ്ങൾ മടുത്തത്, ഇതൊക്കെ പറയുമ്പോഴും മറുവശത്ത് PR വർക്ക് അമ്പയെ പരാജയപ്പെട്ട PR വർക്കായിരുന്നു LDFന്റേത്. അല്ലെങ്കിൽ ഇതുവരെയും ഇത്രയും പരാജയപ്പെട്ട ഒരു PR വർക്ക് LDF അവരുടെ ചരിത്രത്തിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയും പരാജയപ്പെട്ട PR വർക്ക് തന്നെയായിരുന്നു MV നികേഷ് കുമാറിന്റെ എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ സഭയിൽ പോലും നികേഷ് കുമാറിന്റെ കഴിഞ്ഞ ദിവസം തന്നെ സഭയിൽ സംസാരിക്കുമ്പോൾ നികേഷ് കുമാറിന്റെ കനകോലു ഉണ്ടെന്ന തോന്നൽ ഉണ്ടാക്കുകയും അവരൊരു കിണർകോലുവിനെ ഇറക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതും വളരെ ഹാസ്യ രൂപത്തിലാണ് അവതരിപ്പിച്ചതെങ്കിൽ പോലും അന്നത്തെ അല്ലെങ്കിൽ LDFന്റെ PR വർക്കിൽ ഉണ്ടായ പരാജയങ്ങളെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നെ എല്ലാവരും എടുത്തു പറയുന്നത് ഓരോ PR വർക്കും തിരിഞ്ഞു കൊത്തിയപ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട്, നികേഷ് കുമാർ തന്റെ അച്ഛനോട് ചെയ്തതിന് പകരം വീട്ടുകയാണ്, MV രാഘവനോട് ചെയ്തതിന് പകരം ചോദിക്കുകയാണ് നികേഷ് LDFനോട് ചെയ്യുന്നത്. അതും കഴിഞ്ഞ ദിവസം സഭയിൽ പറയുകയുണ്ടായി. ധൈര്യമായി ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വണ്ടി വരും, ഇനോവ വരുമെന്നുള്ള പേടി കൊണ്ടാണ് എന്ന് പറഞ്ഞ് സഭയിൽ പോലും നികേഷ് കുമാറിനെ ഒരു കോമാളി കഥാപാത്രമാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഇപ്പോഴും ദേഷ്യം തീർന്നിട്ടില്ലേ? അതിൽ പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുകയാണോ ഇപ്പോഴും? അല്ല, ഇപ്പോഴും നികേഷ് കുമാർ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം പോസ്റ്റുകൾ ഇടുന്നുണ്ട് ഫേസ്ബുക്കിൽ. എന്നാൽ ഇപ്പോൾ സജീവമായി എല്ലാ വിഷയങ്ങളിലും നമ്മൾ കണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു നികേഷ് കുമാറിനെ കാണുന്നത്. കഥാപ്രസംഗത്തിന്റെ രൂപത്തിൽ അങ്ങനെ പല രീതിയിലേക്ക് അല്ലെങ്കിൽ പല ശൈലികൾ ഉപയോഗിച്ചുകൊണ്ട് നികേഷ് കുമാർ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നു. ഒന്നാമത്തെ കാര്യം, വീഡിയോയ്ക്കൊക്കെ അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. എല്ലാം 3, 4, 5 ലക്ഷം ഒക്കെയാണ് കാണുന്നത്. കമന്റ് ബോക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ കമന്റ് ബോക്സ് ഒരിക്കലും ആരും അല്ലെങ്കിൽ നികേഷ് കുമാർ അത് കാണുന്നില്ലെന്ന് എനിക്കറിയില്ല. അത്രത്തോളം ആളുകൾക്ക് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തോട് ഇത്ര ദേഷ്യം എന്ന് നമുക്ക് തോന്നിപ്പോകും. മാധ്യമ പ്രവർത്തകനായി നിൽക്കുന്ന നികേഷ് കുമാറിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാര്യം ഞാനൊക്കെ ജേർണലിസം എടുക്കണമെന്ന് തോന്നിയതുപോലെ നികേഷ് കുമാർ, പിന്നെ നമ്മൾ ഇപ്പോഴും പറയും പേന പിടിച്ച് ചരിഞ്ഞിരുന്നാൽ നികേഷിന്റെ സ്റ്റൈലാണ് എന്ന് പറയുന്ന രീതിക്ക്. അപ്പോൾ ജേർണലിസത്തിൽ അദ്ദേഹത്തിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ്. മറുവശത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയ ഫീൽഡ് അല്ല പൊളിറ്റിക്സ് എന്ന് മനസ്സിലാക്കി അദ്ദേഹം മാറണമായിരുന്നു. വീണ്ടും 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 LDF നമ്മൾ കണ്ടതാണ്. ഒരു സമയത്ത് UDFൽ നിന്ന് ഇപ്പുറത്തേക്ക് വന്ന സരിൻ കാണിച്ചു കൂട്ടിയതൊക്കെ. എന്നാൽ പരാജയത്തിന് ശേഷം സരിന്റെ യാതൊരുവിധ അനക്കവുമില്ല. എന്നാൽ അപ്പോഴും നികേഷ് കുമാർ വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ദിവ്യയുടെ അല്ലെങ്കിൽ വിഴിഞ്ഞത്ത് ദിവ്യ മാറ്റിയ വിഷയത്തിൽ പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും നിലപാടിനൊപ്പമാണ് നികേഷ് എന്നുള്ളത്. കാര്യം KK ശൈലജയും ശ്രീമതിയും EP ജയരാജനൊക്കെ ആ വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ പറയുന്നു. കണ്ണൂരിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി വിഷയത്തിൽ ഉണ്ടാകുമ്പോൾ
തന്റെ നിലപാട് പിണറായി വിജയനൊപ്പമാണ് എന്ന് പറയാതെ പറയുകയാണ് ആ വീഡിയോയിലൂടെ. അല്ല, സ്വാഭാവികമായിട്ട് ഇങ്ങനെ പാർട്ടിയിൽ രണ്ട് എതിർ അഭിപ്രായങ്ങൾ വരുന്നു, അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകും, പ്രത്യേകിച്ച് CPM ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ ചർച്ചയാവാതിരിക്കാനും അത് കൂടുതൽ അതിനെക്കുറിച്ച് മറ്റുള്ളവർ ചർച്ച ചെയ്യാതിരിക്കാനും അതിൽ കൂടുതൽ റീച്ച് കിട്ടാതിരിക്കാനും ആണ് എങ്ങനെയെങ്കിലും ഒതുക്കി അങ്ങ് തീർക്കുകയാണ് സാധാരണഗതി ചെയ്യുന്നത്. അതായത് കാരണം CPM ആണ്, അതിൽ നേതാക്കൾ തമ്മിൽ തല്ലുന്നത് ആർക്കും അത്ര താല്പര്യമുള്ള കാര്യമല്ല. അത് എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കുന്ന സംഭവം ഉണ്ടാവാറുണ്ട് സാധാരണ. അങ്ങനെയുള്ള സ്ഥലത്ത് ഇപ്പോ നികേഷ് കുമാർ ഇപ്പൊ ഇത് വീണ്ടും വീണ്ടും കത്തിക്കാൻ ഉള്ള ഒരു ശ്രമമാണ് നടത്തുന്നതെന്ന് തോന്നുന്നു. കാരണം ഇപ്പുറത്ത് ഒരു ഭാഗം വേറെ പറയുന്നു, പിണറായിക്കും പിന്നെ ഗോവിന്ദനും വേണ്ടിയിട്ട് ഈ നികേഷ് കുമാർ വേറൊരു ലൈനിൽ പറയുന്നു. അതുവാണെങ്കിൽ ആൾക്കാർ എല്ലായിടത്തും നല്ല റീച്ചും കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് അണികൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അല്ല, നികേഷ് ഇതൊന്നും അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അച്ഛനോട് ചെയ്തതിന് പകരം ചോദിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ചോദിച്ചിട്ടേ പോകുന്നുള്ള നിലപാടായിരിക്കണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആവർത്തിച്ച് ഇതേ ഒരു നിലപാടെടുക്കുന്നത്. പരാജയം ഉണ്ടാകുമ്പോൾ പരാജയത്തിന്റെ കാരണം നികേഷ് കുമാർ ആണ് എന്ന് പല ആവർത്തി ഡയറക്റ്റായും ഇൻഡയറക്റ്റായും പല ആളുകളും പറഞ്ഞിട്ടും അത് അംഗീകരിക്കാതെ വീണ്ടും 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 ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പാർട്ടിയോടുള്ള സ്നേഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്നേഹമാണെങ്കിൽ കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ചു നാളെങ്കിലും ഈ പടലപ്പിണക്കങ്ങൾ തീരുന്നത് വരെയെങ്കിലും മിണ്ടാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ അതല്ല ചെയ്യുന്നത്. ഇനി മറുവശത്ത് വേറൊരു കാര്യം കൂടി നമ്മൾ പരിശോധിക്കണം. നികേഷ് കുമാർ തന്റെ വീഡിയോയിൽ പറയുന്ന അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുന്ന വീഡിയോയിൽ പറയുന്ന പല കാര്യങ്ങളും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പറയുന്ന ഡേറ്റ എന്ന് പറയുന്നത് സത്യമാണ്. പക്ഷെ അതുപോലും ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കാര്യം ദേശാഭിമാനി പത്രത്തിൽ വിഴിഞ്ഞത്തിന് വാർത്ത വന്നു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി അത് ഉയർത്തി കാട്ടുമ്പോൾ ദേശാഭിമാനിയിലല്ല വന്നത്, ഇതിന്റെ സോഴ്സ് ഏതാണ്, സർക്കാരാണെന്ന് പറയുമ്പോൾ ദേശാഭിമാനിയിലല്ല മാതൃഭൂമിയിൽ വരെ വന്നിട്ടാണ് തെളിവ് സഹിതം അദ്ദേഹം പറയുമ്പോൾ പോലും നികേഷ് കുമാർ പറയുന്നത് കൊണ്ടാണ് അത് ആരും വിശ്വസിക്കുന്നില്ല. അത് സത്യമാണെങ്കിൽ കൂടി അത് അംഗീകരിക്കുന്നില്ല. ഒരുപക്ഷെ ജനങ്ങൾ ഇപ്പൊ വേറെ ആരെങ്കിലും ആണ് പറഞ്ഞത് എങ്കിൽ ഒരുപക്ഷെ ജനങ്ങൾക്കൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവുമായിരുന്നു, ഇന്ന സംഭവമാണ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ദേശാഭിമാനി അല്ല, ഇതിനു മുമ്പ് വേറെ പത്രങ്ങളും ചെയ്തിട്ടുണ്ട്, അതിലുള്ള ഒക്കെ പിന്നെ ഇത് സർക്കാരിന്റെ സോഴ്സ് അല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഇത് CPM അങ്ങനെ ചെയ്തല്ല അല്ലെങ്കിൽ ദേശാഭിമാനി അങ്ങനെ ചെയ്തില്ല. പക്ഷെ നികേഷ് കുമാർ പറഞ്ഞു വരുമ്പോൾ വീണ്ടും രണ്ടാമത് ജനങ്ങൾക്ക് കൺഫ്യൂഷൻ ആണ്, കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഈ ഒരു നിലപാട് തന്നെ തുറന്നു കൊണ്ടുപോകാനുള്ളതാണ്. ഇനിയും ഇതുപോലെയുള്ള വീടുകൾ ചെയ്യാൻ തന്നെയായിരിക്കും പുള്ളിയുടെ. അല്ല, അതിന്റെ അകത്തൊരു കാര്യമുണ്ടല്ലോ, നമുക്ക് ആ ദേശാഭിമാനി പത്രവുമായി ബന്ധപ്പെട്ട കാര്യം പറയുമ്പോൾ MV ഗോവിന്ദൻ ദേശാഭിമാനിയെ തള്ളി ഈ വിഷയത്തെ ഒതുക്കി തീർക്കുമ്പോഴാണ് വീണ്ടും തെളിവുകളുമായി നികേഷ് കുമാർ വരുന്നത്. അപ്പൊ പാർട്ടിക്കാർക്ക് പോലും ഒരു കൺഫ്യൂഷനാണ്. എന്തായാലും നികേഷ് കുമാർ ഇത് നിർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇത്രയും നെഗറ്റീവ് കമന്റ് വന്നിട്ടും അദ്ദേഹം വീഡിയോ നിരന്തരമായി പോസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം വീഡിയോ ചെയ്യുന്നുണ്ട് എങ്കിൽ, അദ്ദേഹം CPM വേണ്ടിയാണ് സംസാരിക്കുന്നത്, LDFന്റെ മുഖമായിട്ടാണ് സംസാരിക്കുന്നത്, LDFന്റെ ശബ്ദമായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും തണുത്ത പല വിഷയങ്ങൾ അല്ലെങ്കിൽ ഇല്ലാതായ പല വിഷയങ്ങളെയും കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ നികേഷിന് കഴിയുന്നുണ്ട്. അപ്പൊ മനഃപൂർവ്വമാണോ അദ്ദേഹം സാധാരണ അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്റെ അച്ഛനോട് ചെയ്തതിന് ഇങ്ങനെ മാത്രമേ പകരം ചോദിക്കാനാകൂ എന്നാണ്. സത്യമാണ്, അച്ഛനോട് ചെയ്തതിന് ഈ മകൻ പകരം ചോദിക്കുന്നതാണോ ഇതെന്ന് സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും ഇപ്പൊ തോന്നുന്നുണ്ട്. കാര്യം ഒരു PR തലപ്പത്തേക്ക് പോകുമ്പോൾ, CPMന്റെ അല്ലെങ്കിൽ LDFന്റെ PR തലപ്പത്തേക്ക് പോകുമ്പോൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകൻ, അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ആളല്ല, രാഷ്ട്രീയം അറിയാവുന്ന, കേരളത്തിന്റെ രാഷ്ട്രീയ രീതികൾ അറിയാവുന്ന, അതിനപ്പുറത്തേക്ക് ജേർണലിസം നന്നായി അറിയാവുന്ന ഒരാൾ PR തലപ്പത്തേക്ക് അല്ലെങ്കിൽ PR ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വലിയ പ്രതീക്ഷ തന്നെയായിരുന്നു. പക്ഷെ അതിനെല്ലാം വിപരീതമായി എങ്ങനെ പരാജയപ്പെടുത്താം, LDF അല്ലാതെ മറ്റാരെന്ന് ഉള്ള പോസ്റ്റർ മാറ്റി നിർത്തിയാൽ ഇരുണ്ട കാലം എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ വലിയ രീതിയിൽ തിരിഞ്ഞു കൊത്തി. അപ്പൊ ഇതൊന്നും അറിയാത്ത ആളല്ല നികേഷ് കുമാർ. ഇപ്പോഴും നികേഷിനെ അറിയാം, താനൊന്നും മിണ്ടാതിരുന്നാൽ കുറച്ചെങ്കിലും ഈ പ്രശ്നം അപ്പോൾ തണുക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും തീർന്നവർ രക്ഷപ്പെടണ്ട എന്നുള്ള രീതി തന്നെയാണ്. പിന്നെ ഈ പടലപ്പിണക്കങ്ങൾക്കിടയിൽ നികേഷിനെ നിയന്ത്രിക്കാൻ ആരുമില്ല, നികേഷിനെ ആരും നിയന്ത്രിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ നികേഷ് ഇത് തുടരുക തന്നെ ചെയ്യും. ഒരു വശത്ത് CPMനകത്ത് ഉള്ള പടലപ്പിണക്കങ്ങൾ അത് ഒതുക്കി വരുമ്പോൾ മറുവശത്ത് നികേഷായി കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ മറന്നുപോയ കാര്യങ്ങൾ നികേഷ് ഓർമ്മിപ്പിച്ച് അണികൾക്കും ജനങ്ങൾക്കും CPMനോടുള്ള അകൽച്ച കൂട്ടുകയാണ് ചെയ്യുന്നത്. അത് ഇനിയെങ്കിലും പാർട്ടിക്കാർ തിരിച്ചറിയണം. ഇല്ല, ഇതിലിപ്പോ പറയാൻ പോകുന്നത് CPMനോട് അല്ല, നികേഷിനോട് ഇത് നിർത്താൻ പറയേണ്ടതാരാണ്? പിണറായി വിജയനോ MV ഗോവിന്ദനോ ആയിരിക്കും പറയേണ്ടത്. കാരണം അവർക്കത് പറയാൻ കാര്യമില്ല, കാരണം അവരായിട്ടൊന്നും മിണ്ടുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആളാണ് നികേഷ് കുമാർ. അപ്പൊ ആകെ പുള്ളിയെ, അതായത് നികേഷ് കുമാറിന് പറയുന്നത് ആണ് ഇവർക്ക് അനുകൂലമായിട്ട്. ഇത് തന്നെ നികേഷ് കുമാർ എന്തെങ്കിലും പറയട്ടെ എന്നുള്ള രീതിയാണ് ഇവർ ഇനിയും തുടരുന്നതെങ്കിൽ ഈ പാർട്ടിയുടെ കുളം തോണ്ടിയിട്ട് തന്നെയായിരിക്കും പോവുള്ളൂ. കാരണം മറ്റ് എതിർ ചേരി അവിടുത്തെ ഉയർന്നു വന്നിരിക്കുന്നു.
അപ്പൊ അവർ രണ്ട് വിരുദ്ധ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നു. അത് CPM എന്തായാലും തിരിച്ചടിയാവും. ഇതിന്റെ കൂട്ടത്തിൽ നികേഷ് കുമാറും മാക്സിമം അല്ല, അതിന്റെ അകത്തൊരു കാര്യമുണ്ടല്ലോ, MV ഗോവിന്ദനും പിണറായി വിജയന്റെയും ഒരു മുന്നോട്ട് പോക്കെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ശേഷം ഇനി പാർട്ടി വേണ്ട, ഏത് വിധത്തിലും ഈ പാർട്ടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് നികേഷ് കുമാറിന്റെ ആവശ്യം. അങ്ങനെ ആയിരിക്കണം ഇവരിപ്പോ ഒരുമിച്ച് ഒരേ രീതിയിൽ പോകുന്നത്. പാർട്ടിക്കകത്തുള്ള പടലപ്പിണക്കങ്ങൾ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി പാർട്ടി ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് വീണ്ടും വീണ്ടും തിരിച്ചടി മാത്രമേ പാർട്ടിക്ക് ഉണ്ടാക്കൂ, യാതൊരു വിധത്തിലുള്ള ഗുണവും പാർട്ടിക്ക് ഉണ്ടാക്കില്ല.